ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു രാവിലെ എടുത്ത പണി കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് സവോളയാണ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് വെക്കും. കാരണം ഇവിടെയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ചൂടൊക്കെയാണ്, അപ്പോൾ സവോള അങ്ങ് മോശം ആയി പോകാൻ ചാൻസ് ഉണ്ട്. ചില ആൾക്കാർ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇപ്പോൾ നാട്ടിലൊക്കെ ചില ആൾക്കാർ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഓൾറെഡി ഇന്നലെ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ സവോള അങ്ങ് എടുത്ത് മാറ്റിയിട്ട് പുതിയ വാങ്ങിയത് എല്ലാം ഇതിനകത്ത് കയറ്റിയിടും. എന്നിട്ട് കുറച്ച് ഞാൻ ബിരിയാണി വെക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സവാളയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇങ്ങനെയുള്ള പാത്രങ്ങളിലാണ് കീപ്പ് ചെയ്യാറ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു പഴയ പാത്രമാണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ഞാൻ വാങ്ങിച്ചതെല്ലാം ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ കഴുകാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇത് വാങ്ങിയതാണ്, ഇത് പുതിയതാണ് കേട്ടോ. മാറ്റി വെച്ചത് മുമ്പത്തെ സവോളയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇത് പുതിയതാണ്. കുഞ്ഞുള്ളതുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളുണ്ടാവും. നമ്മൾ എന്ത് ജോലി എടുക്കുമ്പോഴും അപ്പം അങ്ങ് കുഞ്ഞ് കരയാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ആളുടെ അടുത്ത് പോകും. അപ്പം അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി നടക്കുന്നില്ല. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് സവോള ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഇത്രയും ഇവിടെ സ്റ്റോർ ആയിട്ടുണ്ട്. ഇത് ഞാൻ കൗണ്ടർ ടോപ്പിലൊന്നുമല്ല കേട്ടോ വെക്കാറ്. ഇത് എനിക്കാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു കബോർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ഈ സവോളയൊക്കെ വെക്കുന്നത്. കണ്ടല്ലോ. ഇനി ഞാൻ ബിരിയാണിക്ക് അങ്ങനെ കുറേ മസാലയൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് മസാലയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാള അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് ഉള്ളി എന്നാണ് കേട്ടോ. സവോള എന്നൊന്നും പറയാറില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. ഞാൻ നാട്ടിൽ കാസർഗോഡാണ്. ഓക്കെ, പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ കാണിക്കുന്നില്ല. ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ ഇന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പൊട്ടാറ്റോ. യെസ്, അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊലിയൊക്കെ ഇളകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കും. പൊട്ടറ്റോ ആണെങ്കിലും ഇവിടെ എല്ലാ രാജ്യത്തിൻ്റെയും വരുന്നുണ്ട് കേട്ടോ. ഈ കവറ് അഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കുറേ കവറങ്ങ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കാം. ഇത് കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മണൽ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ചില സമയങ്ങളിൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള കിട്ടും കേട്ടോ. ഇതെനിക്കൊണ്ട് ഫ്രഷാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ ഇക്കയും മക്കളൊക്കെ, ഇക്കയാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി, മക്കളാണെങ്കിൽ സ്കൂളിൽ പോയി. ഇനി മോള് വരുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും പൊട്ടറ്റോയും ഉണ്ട്. ഞാനിത് പറയുന്നതും എന്താ പറയുക, ഇത് ലൈവായിട്ടാണ് കേട്ടോ, അല്ലാതെ ഇത് വോയിസ് ഓവർ കാര്യങ്ങളൊന്നുമല്ല. ഡയറക്റ്റ് അങ്ങ് പിന്നെ കാണിക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. സോറി, ഡയറക്റ്റ് കാണിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നതാണ്. ഓക്കെ, ക്ഷമിക്കുക. ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങളിങ്ങനെ വരും നമ്മൾ ഈ സംസാരിക്കുമ്പോഴേ. അപ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് മാമ്പഴം തോത്താപ്പറിന്ന അങ്ങനെ എന്തോ പേരാണ് കേട്ടോ ഇതിന്. പിന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കാണ് ഞാൻ വാങ്ങിയതാണ്, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അച്ചാറിടാൻ വേണ്ടി വാങ്ങിയതാണ്, പക്ഷേ അച്ചാറിട്ടില്ല, കഴിച്ചങ്ങ് തീർത്തു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ മാമ്പഴമൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിൽ ഒന്ന് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത് മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് പഴുത്തു.
പൊട്ടാറ്റോ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതുപോലെയുള്ള എന്തെങ്കിലും ഇങ്ങനെയുള്ള പാത്രത്തിനകത്താണ്, ജസ്റ്റ് ഒന്ന് കുഴിയൊന്നും ഇല്ലാത്ത പാത്രത്തിനകത്താണ് വെക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ പറ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനിയും ഇൻഷാല്ല ഇതുപോലുള്ള വ്ളോഗ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറ കേട്ടോ. കുക്കിംഗ് കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻഷാല്ല അവർക്കൊക്കെ ഉള്ള വീഡിയോ വരുന്നുണ്ട് കേട്ടോ, ഇനി വഴിയേ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഇങ്ങനെ സെറ്റ് ചെയ്തു. അതേപോലെ സവോള ഞാൻ പറഞ്ഞില്ലേ അത് ഒന്ന് മാറ്റി വെച്ചു. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ കൗണ്ടർ ടോപ്പിനകത്ത് വെക്കുന്ന സാധനങ്ങളല്ല. ഓക്കെ, പിന്നെ എനിക്കാണെങ്കിൽ ഒരു സമാധാനക്കേട്, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തുടച്ചുകൊണ്ടേ ഇരിക്കണം. ഇത് ഞാൻ മുമ്പ് ചെയ്ത സാധനമാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് കേട്ടോ. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെറുകിയത് വാങ്ങാറുണ്ട്, പക്ഷേ ഇക്കാക്കത് തീരെ ഇഷ്ടമല്ല. മൂപ്പർക്കാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള തേങ്ങയാണ് വാങ്ങുക. ഇതിൻ്റെ കവർ അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, തേങ്ങയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് അടർത്തി മാറ്റി വെക്കും. നമുക്ക് എന്താ പറയുക, ഈ ചെറുകാരൊക്കെ ഈസിക്ക് വേണ്ടിയിട്ടേ ഒരു കത്തിയൊക്കെ എടുത്ത് അപ്പോൾ ഇതും നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. പൊട്ടാറ്റോയും ഇങ്ങനെ ഇതൊക്കെ ഇളക്കി മാറ്റി വെക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഈ തേങ്ങയുടെ വെള്ളം ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് എനിക്കും മോൾക്കും ഞങ്ങൾ ഈ തേങ്ങ കൊണ്ടുവന്ന് കഴിഞ്ഞാലേ ഇതിൻ്റെ വെള്ളം അങ്ങ് എടുത്ത് ആദ്യം കുടിക്കും. ഞങ്ങളുടെ സ്വഭാവമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഇളനീര് കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടൂലല്ലോ. നാട്ടിലാണെങ്കിൽ എല്ലാം കിട്ടും, പക്ഷെ ഇവിടെ നമ്മൾ നല്ല ക്യാഷ് കൊടുക്കണം. ഓ കണ്ടോ, ഇതുപോലെ എല്ലാം ഇളക്കി മാറ്റിയിട്ട് എൻ്റെ കയ്യിന് ചെറിയൊരു അലർജി പോലെ വന്നു. ഒരു 2-3 ഡേയ്സായി. എന്താണെന്നറിയില്ല, എന്തോ ഒരു ലിക്വിഡിൻ്റെ ഇഷ്യൂ ആണോ എന്താണെന്നറിയില്ല, ഇവിടെ ഒരു അലർജി പോലെ വന്നു കേട്ടോ. അങ്ങനെ എനിക്ക് നല്ല പണി കിട്ടി. വെള്ളമൊന്നും നല്ല രീതിയിൽ ഇങ്ങനെ കയ്യിൽ ഒഴിക്കാൻ പറ്റുന്നില്ല. കണ്ടല്ലോ, ഇതുപോലെ അങ്ങാക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിനെ പൊട്ടിച്ച് ഇതിൻ്റെ വെള്ളം കുടിക്കും. ചിരകാൻ ഭയങ്കര മടിയാട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൊലിയൊക്കെ എടുത്ത് വെക്കുന്നത്. ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോലി നമുക്കങ്ങ് കഴിഞ്ഞു. പിന്നെ അതങ്ങ് ഈസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മുമ്പ് ഇവിടെ ഇടയ്ക്ക് തേങ്ങയ്ക്ക് 3 ദിർഹം 4 ദിർഹം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നിയത് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു തോന്നിട്ടാ. ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് തേങ്ങ മസ്റ്റാണ്, എല്ലാത്തിനും നമുക്ക് തേങ്ങ വേണം. പിന്നെ ഞാൻ എന്നുണ്ടാക്കുവാണെങ്കിൽ അത് തേങ്ങയില്ലാതെ നമുക്ക് പറ്റില്ല. കറിയാണെങ്കിലും പിന്നെ സ്നാക്സ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും കൂടെ എല്ലാ കറിക്കും തേങ്ങ വേണം കേട്ടോ. മുളകിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ ജലദോഷം വരും. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കൊണ്ട് എന്താ പറയുക, തേങ്ങ എപ്പോഴും നിർബന്ധമാണ്. പത്തിരിക്ക് പോലും നമുക്ക് തേങ്ങ വേണം കേട്ടോ. കണ്ടോ, ഞാനിത് ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തതേ ഉള്ളൂ, അപ്പം തന്നെ ഇവിടെ കച്ചറയായി. അപ്പം അങ്ങനെ 3 തേങ്ങയും തൊലിയൊക്കെ എടുത്ത് മാറ്റി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെയാണ് എൻ്റെ ചില ദിവസങ്ങളിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. ഇതിനി പൊട്ടിച്ച് ഒന്നുകിൽ ചെറുകി വെക്കും കേട്ടോ. ചില സമയങ്ങളിൽ എനിക്ക് വയ്യായെങ്കിൽ ഇക്ക എന്നെ ഹെൽപ്പ് ചെയ്യും. എന്തിനാണെന്നറിയോ, ഇത് പൊട്ടിച്ചേരാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഐറ്റംസൊക്കെ ഇതാ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള കാര്യത്തിലോട്ട് പോയാലോ. ഇനി എനിക്ക് കുറച്ച് ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുക്കള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളോട് ഞാൻ എന്തായാലും കാണിക്കാം. ഓക്കെ, പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ചെറിയ കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റില്ല അല്ലേ. കുറച്ച് എന്താ പറയുക, കുഞ്ഞ് കരയുമ്പോഴൊക്കെ കുഞ്ഞിൻ്റെ പിറകെ അങ്ങ് ഓടേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കിച്ചൺ എങ്ങനെയുള്ളതാണെന്ന്, വലിയ കിച്ചണാണോ ചെറിയ കിച്ചണാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു സാധനം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, ഈ ഒരു സാധനം ഇതെന്താണെന്നറിയോ,
നമ്മൾ അടുക്കളയിൽ കവേഴ്സ്, നമ്മളിപ്പോൾ വേസ്റ്റിനൊക്കെ ഇടുന്ന കവറില്ലേ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് തൂക്കിയിടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇതെന്താണെന്നറിയോ, ഇത് ഗാർലിക് ക്രഷറാണ് കേട്ടോ. വെളുത്തുള്ളി ക്രഷ് ചെയ്യുന്ന സാധനമാണ്. വെളുത്തുള്ളി ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊടിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ വെളുത്തുള്ളി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ പൊടിഞ്ഞു വരും. പൊടിഞ്ഞു വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ചതഞ്ഞെങ്കിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഐറ്റമാണ് ഈ ഐറ്റം. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. വെയിറ്റ്, കവർ എടുത്തിട്ട് വരട്ടെ. ഇതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ട്രെൻഡിയോളിൽ നിന്നും തെമുവിൽ നിന്നും ആണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഓക്കെ, കവേഴ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യും ഇത് നിറയെ. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിയിൽ കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് നമുക്ക് അടുക്കളയിൽ ഭയങ്കര യൂസബിളാണ് കേട്ടോ. നല്ല സാധനമാണ്. അപ്പോൾ എല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. ഓക്കെ, ഇത് ഞാൻ തെമുവിൽ നിന്നാണെന്ന് തോന്നുന്നു പർച്ചേസ് ചെയ്തത്. ഇതുപോലൊരു ഹാൻഡിലുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വോളിൽ ആണിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് തൂക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞില്ല, വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ ക്ലീനിങ്ങിലോട്ട് പോയാലോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കിച്ചൺ ക്ലീനിങ്ങിലോട്ട് പോവാം. ഞാൻ മുമ്പൊക്കെ ഇടയ്ക്ക് വോയിസ് ഓവറാണ് കൊടുക്കുന്നത്, പക്ഷേ ഇതിപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ബെബ്ബെ ആവുന്നുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുക്കള അത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതെന്താണെന്നറിയോ, ഇത് കക്കിരിയാണ് കേട്ടോ. ഇവിടുത്തെ കക്കിരി ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും നാടൻ കക്കിരി പറയില്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. കുഞ്ഞു കക്കിരിയാണ് കേട്ടോ, വലിയ നീളമൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റാണ്. തിന്നായിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ ഒരു 4-5 ഒന്ന് കഴിച്ചു പോകും. ഞാനാണെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് ഇതുപോലുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കും. ക്യാബേജ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ക്യാരറ്റെല്ലാം മിക്സ് ചെയ്ത് ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ ഇത് കാരപ്പത്തിൻ്റെ ചട്ടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ കാരപ്പം, ഉണ്ണിയപ്പം എന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ അടിയിൽ എന്താണെന്നറിയില്ല, അതിൻ്റെ ഒരു കളർ ഇളകിയതുപോലെ എൻ്റെ കയ്യിലങ്ങായി കേട്ടോ. ഞാനിവിടെ ഉണ്ണിയപ്പമൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല, പക്ഷേ നെയ്യപ്പമൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എൻ്റെ കയ്യിലില്ലായിരുന്നു. ചട്ടി മീൻസ് പാത്രം. അപ്പോൾ അങ്ങനെ ഞാനിത് വാങ്ങിയതാണ്. പക്ഷെ നല്ല സാധനം കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി, പിന്നെ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു കക്കിരി നല്ല രീതിയിൽ കഴുകിയിട്ട് ചെറുതായിട്ടങ്ങ് റൗണ്ടിലങ്ങ് കട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങ് ഇരുന്ന് കഴിക്കും. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കഴിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് കൂടി ഒരുപക്ഷെ ഇതിൽ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ആർക്കെങ്കിലും ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. ഇതൊക്കെ ഒരു പ്ലേറ്റിലിട്ടിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കഴിച്ച് തീർക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് ഈ ഒരു കക്കിരിക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ഈ ഓയിലി ഫുഡൊക്കെ കഴിച്ച അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കും കേട്ടോ. കാരണം ഈ ഫാറ്റൊക്കെ ബോഡിയിൽ അടിഞ്ഞുകൂടുണ്ടാച്ചിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് കുറച്ച് നടക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതില്ലാതെ നമുക്കൊന്നും ജീവിക്കാനേ പറ്റില്ല, ഈ പച്ചക്കറികളെ. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ക്യാരറ്റ്, ടൊമാറ്റോ എല്ലാം മിക്സ് ചെയ്തും കഴിക്കും. പിന്നെ ഈ ഒരു മാംഗോ, ഇത് മോള് വരുമ്പോഴേക്കും എടുത്തു വെച്ചതാണ്. പിന്നെ ആൾ വന്നതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് വലിയ പുളി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതും ആൾക്കൊരു ബനാനയും ഇതൊക്കെ അങ്ങ് മാറ്റി വെക്കുകയാണ്. പിന്നെ മോനാണെങ്കിൽ ഇതൊന്നും അങ്ങനെ കഴിക്കുമൊന്നുമില്ല. അപ്പോൾ ആൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ മോൾ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് ആദ്യം ഇതുപോലെ എന്തെങ്കിലും കൊടുക്കും, അതിനുശേഷമാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം അങ്ങ് ക്ലീൻ ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കഴുകുന്ന ഏരിയയിൽ ഇതൊക്കെ അങ്ങ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് തെറിക്കുന്നുണ്ട്. സ്പീഡിലൊക്കെ, ഞാനൊക്കെ ആണെങ്കിൽ സ്പീഡിലെല്ലാം ജോലിയും ചെയ്യുക, പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കും. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവുന്നില്ല. ചില സമയങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് എല്ലാം അഴുക്കായിട്ടങ്ങ് കാണുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഫുൾ അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇറങ്ങിയത് കേട്ടോ. ഇന്നങ്ങ് ഇറങ്ങിയത് തന്നെയാണ്, മീൻസ് ക്ലീനിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം എടുത്ത് മാറ്റി. ഇനി ഇതൊക്കെ അങ്ങ് കഴുകിയെടുക്കണം. ഞാൻ എല്ലാം കൊണ്ടുപോയി അങ്ങ് സിങ്കിൽ അങ്ങ് ഇട്ടു. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ സിങ്കാണെങ്കിൽ നമ്മൾ തുപ്പുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല കേട്ടോ.
അതൊക്കെ നമ്മൾ വാഷ് ബേസിൽ പണ്ടൊക്കെ ചില വീടുകളിലൊക്കെ കാണാറുണ്ട്. ഈ സിങ്കിലൊക്കെ പോയി തുപ്പും ആൾക്കാർ, മുഖമൊക്കെ കഴുകും. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ എന്താ പറയുക, കഴുകുമ്പോഴൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ അങ്ങ് ചൂടുവെള്ളം ഒഴിക്കും കേട്ടോ. നല്ല തിളക്കുന്ന വെള്ളം അങ്ങ് വരും, അപ്പോൾ അതങ്ങ് ഒഴിക്കും കേട്ടോ. അപ്പം നമുക്ക് പേടിക്കേണ്ടതില്ല അണുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിലിട്ടിട്ട് എല്ലാം അങ്ങൊന്ന് തുടച്ചെടുക്കുകയാണ്. മീൻസ് തുടച്ചല്ല, വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ സാധനങ്ങളൊക്കെ അങ്ങ് ഡെയിലി വാഷ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വരാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീഡിയോ കുറേ ലെങ്ത് അങ്ങ് കൂട്ടുന്നില്ല. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ചെമ്മു ഷെരീഫ് എന്നാണ്. ഇൻസ്റ്റഗ്രാം പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അതിനകത്ത് നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് അങ്ങ് കഴുകിയിട്ട് വരാം കേട്ടോ. എൻ്റെ ഫിംഗേഴ്സിനൊക്കെ നല്ല അലർജി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് ലിക്വിഡിൻ്റെ എന്തോ ഇഷ്യൂ ആണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ലിക്വിഡ് കാര്യങ്ങളൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് എന്താ പറയുക, വെള്ളം ഒഴിച്ച് പിന്നെ സ്റ്റീൽ ബോൾ യൂസ് ചെയ്തിട്ട് കഴുകുകയാണ് കേട്ടോ. പിന്നെ ഡെയിലി ഇതൊക്കെ ഇങ്ങനെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്, വലിയ പണിയൊന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ എന്താ കഴുകി വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്യുന്നത് കാണിക്കാം. ഇനി ഈ ഒരു ഏരിയ ഒക്കെ എനിക്ക് തുടച്ച് കഴുകണം എന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങനെ തന്നെ വൃത്തികേടായി കിടക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ബ്രഷും അതേപോലെ ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ആ ചുമരൊക്കെ ഒന്ന് തുടച്ച് കഴുകാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് കരയുന്നുണ്ട്. പിന്നെ ആളിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞൊക്കെ സമാധാനിപ്പിക്കും. അടുക്കളയിൽ വരുന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്താ തുടയ്ക്കലങ്ങ് തുടങ്ങി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അത് തീർത്തിട്ട് നമുക്കിതൊക്കെ അങ്ങ് ഹാങ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഓരോന്നായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. പക്ഷേ ഇവിടുത്തെ അടുക്കളയൊക്കെ ആണെങ്കിൽ ചെറിയ അടുക്കളയല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഡെയിലി കഴുകുകയാണെങ്കിൽ ഒരു പണിയുമില്ല. അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളങ്ങ് ഓട്ടായിരിക്കും, എന്താ ഈ വൃത്തികേടൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊക്കെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ല, കുഞ്ഞായതിനു ശേഷം പിന്നെ യൂട്യൂബ്, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ആകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അങ്ങ് കഴുകാതെ അങ്ങ് വെക്കും. എങ്ങനെ വെക്കും, ഇങ്ങനെ തൂക്കിയിടും, ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴുകാമെന്ന്. പക്ഷെ അങ്ങനെ വെക്കുമ്പോഴേ ഇത് അഴുക്കങ്ങ് കൂടി വരും. പിന്നെ ഞാൻ വിചാരിക്കും അന്നന്ന് കഴുകിയാൽ ആ ഒരു പ്രശ്നം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡെയിലി കഴുകും കേട്ടോ. പിന്നെ ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ കുറച്ച് ബിസിയാണ്, വീടുമായിട്ട് കുറച്ച് ബിസിയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം പഴയതുപോലെ കൊണ്ടുവരണം. പിന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ട്. കുറച്ച് ആൾക്കാർ കുക്കിംഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈസി ആയിട്ടുള്ള കുക്കിംഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം പെട്ടെന്നാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ ജോലിയൊക്കെ കഴിഞ്ഞു, എല്ലാം വൃത്തിയായി കേട്ടോ. ഇനി ഞാൻ പോകുന്നത് നേരെ മോൻ്റെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റാനാണ്. ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ബാഗ് കാര്യങ്ങളൊക്കെ ബെഡിൽ വെക്കും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഈ ബെഡ്ഷീറ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫിറ്റഡ് ഷീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ മുമ്പ് ചെയ്യാറ് കേട്ടോ. മുമ്പ് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതും ഇതുപോലുള്ള ബെഡ്ഷീറ്റ്സിൻ്റെയാണ്. എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അങ്ങ് എടുത്ത് മാറ്റാം. ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്, അത് ഇളകി പോവില്ല. 4 കോർണറിലും എലാസ്റ്റിക് വെക്കും. പിന്നെ ബെഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 3-4 വർഷമായി കേട്ടോ ഈ ബെഡിനൊക്കെ. അത്യാവശ്യം പഴക്കമുണ്ട്. പിന്നെ ചില ബെഡ്ഷീറ്റൊക്കെ കളറൊക്കെ പോകുന്നതാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒന്നും ഇത് ആ ബെഡിലങ്ങ് പിടിക്കും. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബെഡിൽ കാണുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റിനൊക്കെ എനിക്ക് തോന്നുന്നു നല്ല പഴക്കമുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒന്നും ആവില്ല, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടാറും. എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മെറ്റീരിയൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വേറെ ഇത് കാണിക്കാം. ഇതുപോലെയുള്ള ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ബെഡിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ. ഇത് ഹാളിലാണ് നമ്മൾ ഈ ഒരു ബെഡ് ഇട്ടിരിക്കുന്നത്. ഇവിടെയാണ് മോന് കിടക്കാറ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് അങ്ങ് കാണും. ഇനി നമുക്കൊന്ന് പില്ലോ കേസും കൂടി സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. അതേപോലെ തന്നെ കുക്കിംഗ് കാര്യങ്ങൾ, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിനകത്ത് വരിക. ഇപ്പം മോൻ എണീറ്റിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒന്നുകിൽ രാത്രി ആയിരിക്കും അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കും കേട്ടോ. രാവിലെയാണ് ഷൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല അടിപൊളി ആയിട്ടാണ്. ഇതൊക്കെ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ യൂസ് ചെയ്യുക.
അതൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോയിൽ ഞാൻ ഡിസ്കൗണ്ട് കോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ട്രെൻഡിയോളിനകത്ത് ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നാണ് കൂടുതലും പർച്ചേസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റയിൽ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക്സ് ഫോർ വാച്ചിങ്.